ജനാധിപത്യം എന്നത് ഒരിക്കലും മറ്റൊരാളുടെ അല്ലെങ്കിൽ എതിർചേരി എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കാത്ത ആളുകൾ, അങ്ങനെ യോജിക്കാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ അംഗീകരിക്കണം എന്നതല്ല ഒരിക്കലും ജനാധിപത്യം. ജനാധിപത്യം എന്ന് വെച്ചാൽ അവന്റെ അവകാശങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അവരുടെ വാദങ്ങൾ മുന്നോട്ട് വെക്കാനും അതിനുള്ള സ്പേസ് നൽകുക എന്നുള്ളതാണ്. അത് തീർച്ചയായും ഇവിടെ ആരും നിരാകരിക്കുന്നില്ല. ഈവൻ നമ്മളിപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെയും ലോകത്തുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളിലും ഇല്ലാത്ത ഒരു അവസ്ഥാവിശേഷം ശരിക്കും ഇന്ത്യയിലും കേരളത്തിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ വിക്ടിം കാർഡ്, ഒരു ഇരവാദം ഇറക്കുക, നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ വരികയാണ്, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെയുള്ള ഒരു ഇരവാദം ഇറക്കിക്കൊണ്ട് ഇതിനെ പ്രോപ്പഗേറ്റ് ചെയ്യുന്നതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നാണ്. ജനാധിപത്യപരമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയിൽ അധികം കേട്ടുകേൾവി ഇല്ലാത്ത ഒന്നാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കേരളം പോലെയുള്ള ഒരു നാട്ടിൽ നമ്മൾ വളരെ കാലങ്ങളായി തന്നെ കുടുംബ സംവിധാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിച്ചു വരുന്ന ഒരു സാമൂഹിക പരിസ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇത്തരം ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായും ചർച്ചയാക്കപ്പെടണം എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഇതിന്റെ ഒരു അക്കാഡമിക് ആയ ഭാഗമാണ്. ഞാൻ ഒന്നാമത് പറഞ്ഞത് ഇതിന്റെ സോഷ്യോളജിക്കലായ അഥവാ സൊസൈറ്റിയുമായി നേർക്കുനേരെ ബാധിക്കുന്ന ഇതിന്റെ സാമൂഹിക തലത്തിലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളാണെങ്കിൽ, രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് തീർത്തും ഇതിന്റെ മെഡിക്കൽ, സയന്റിഫിക്, സൈക്കോളജിക്കൽ ഏരിയ ആണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ പലപ്പോഴും വിറളിപ്പൂണ്ട് ഈ സംവാദങ്ങളെല്ലാം അടിച്ചിരുത്തുന്നത്. അത് ഇവിടെ മാത്രം കാണുന്ന ഒരു കാഴ്ചയല്ല, ലോകത്താകമാനം നമുക്ക് ഈ ഒരു പ്രക്രിയ കാണാൻ പറ്റുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്തിനാണ് ഡാറ്റ, നിങ്ങൾക്ക് എന്തിനാണ് പേപ്പറുകൾ, നിങ്ങൾക്ക് എന്തിനാണ് ജേർണലുകൾ, ഇതിപ്പോ ശാസ്ത്രം അംഗീകരിച്ചാൽ മാത്രമേ അംഗീകരിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി എന്നൊക്കെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരെ തന്നെ നെഗേറ്റ് ചെയ്യാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ജനാധിപത്യപരമായിട്ട് ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യുക എന്നത് ഒന്നാമത്തെ മര്യാദയാണ്. ആ മര്യാദയുടെ ഭാഗമായി ഇരുപക്ഷത്തുമുള്ള ആളുകളുടെ വാദങ്ങൾ കേൾക്കണം, ആ വാദങ്ങൾ അംഗീകരിക്കണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ പണ്ടെല്ലാം പറഞ്ഞു വരുന്ന ആ ഒരു ഞങ്ങളെ കൊല്ലണോ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണം എന്നാ ചോദിക്കുന്ന ആ വാദങ്ങൾ അവിടെ മാറ്റി വെക്കുക.